വർഷ ചന്ദ്രയോട് പറയാണ് ആൻറ്റി വെറും ചീപ്പാണ്. അത് എനിക്ക് നല്ല മനസ്സിലായി. കാരണം എല്ലാ കാര്യങ്ങൾക്കും രേവതി ചേച്ചീനെയാണ് ആൻറ്റി ബ്ലെയിം ചെയ്യണേ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ ചന്ദ്ര പറയും അത് മോൾക്ക് രേവതിനെ അറിയാത്തതുകൊണ്ടാ. കണ്ടോ മോളുടെ അമ്മേനെ പറ്റിയിട്ട് സച്ചി പറഞ്ഞതൊക്കെ അവൾ പറയിപ്പിച്ചതാ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഒരിക്കലും അല്ല. കാരണം നമ്മളെപ്പോലെ തന്നെ രേവതി ചേച്ചി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ്. അതിന് രേവതി ചേച്ചീനെ അങ്ങനെ പറയാൻ അമ്മയ്ക്കൊരു ലജ്ജയും തോന്നണില്ല, ഒരു നാണക്കേടും തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ വർഷ. എന്നിട്ട് അവൾ പോയതിന് ശേഷം ചന്ദ്ര ശ്രുതിയോട് പറയാം ഞാൻ മിണ്ടാതെ നിന്നത് എന്താണെന്നറിയോ, അവൾ എൻ്റെ അമ്മായിമ്മയല്ല, ഞാൻ അവളുടെ അമ്മായിമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അത് കഴിഞ്ഞിട്ട് രേവതി ആണെങ്കിൽ മാല കെട്ടിക്കൊണ്ടിരിക്കാവും, അവൾക്ക് തീരെ വയ്യ, പനിയൊക്കെയാണ്. അങ്ങനെ സച്ചി വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും പ്രത്യേകിച്ച് ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അപ്പോൾ സച്ചി ചോദിക്കും എന്ത് പറ്റി നിനക്ക്, എന്തെന്നൊരു മൂഡ് ഓഫ് എന്ന് ചോദിക്കുമ്പം എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ അയ്യോ എന്ത് പറ്റി എന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ. എന്നാൽ വായ ഇപ്പോൾ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഡോക്ടറെ അടുത്തേക്കൊന്നും പോകേണ്ടത്, അതിനൊന്നും ഉള്ളതില്ല, കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞത് മാറിക്കോളൂ എന്ന് പറയും. അപ്പോൾ സച്ചി പറയുന്നത് നീ അവിടെ പോയി കെടുക്കുക പറയുമ്പോൾ റൂമിൽ അമ്മ ഇരിക്കുകയാണ്, അമ്മയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ ചോദിക്കുമ്പോൾ ഇവിടെ ആ റൂമിൽ മാത്രമല്ലല്ലോ ഉള്ളത്, സുധിയുടെ റൂമിലേക്ക് പോകാൻ നോക്ക്, അവിടേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് രേവതിനെ അവിടെ കൊണ്ട് കെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ശ്രുതി തിരിച്ചു വരികയാണ്. അങ്ങനെ ശ്രുതി റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോൾ ഇവിടെ രേവതി കിടക്കുന്നത് കാണും കേട്ടോ. അങ്ങനെ അവിടേക്ക് ശ്രുതിനെ വിളിച്ചു വരുത്താണ്. എന്നിട്ട് ശ്രുതി വന്നിട്ട് ചന്ദ്രനെയൊക്കെ വിളിക്കും കേട്ടോ. എന്നിട്ട് ഒരു കണ്ടില്ലേ ആൻറ്റി ഇവൾ ഇവിടെ വന്ന് കിടക്കുന്നത്, ഇവൾ ആദ്യം തന്നെ റൂം പിടിക്കാൻ വേണ്ടി വന്ന് കിടന്നത്, ഇന്നലെ അവളുടെ റൂം കിടത്തില്ലല്ലോ, അതിൻ്റെ ഇതാണ് എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ എന്നിട്ട് രേവതി അവളെ വിളിച്ചു ഉണർത്താൻ നിൽക്കുമ്പോൾ അവിടെ എന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം നോക്കുമ്പോൾ കണ്ടില്ലേ ഇവളെ റൂം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങണ കണ്ടില്ലേ ചോദിക്കുമ്പോൾ ഇവളാ നേരത്തെ ഇവിടെ വന്ന് കിടക്കില്ല, അവൾ കിടക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടാവും, നീ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ വിളിച്ച് നീപ്പിക്കാൻ നിൽക്കണ്ട, അവളവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ പോവാണ് കേട്ടോ. ആരെങ്കിലും രേവതിനെ നീപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്നൊക്കെ പറയും. അങ്ങനെ രവി അവിടെ നിന്ന് പോവാണ്. രവി പോയപ്പോൾ തന്നെ ചന്ദ്ര വീണ്ടും നീക്കിടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. എന്നിട്ട് രേവതിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് പുറത്തേക്ക് തള്ളുക കേട്ടോ. ആ സമയത്ത് സച്ചി വരും. അപ്പോൾ സച്ചി നിങ്ങൾ എൻ്റെ അമ്മയായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നിരുന്നു, നിങ്ങളൊരു പെണ്ണല്ലേ, ഒരാൾക്ക് വയ്യ പറയുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നണേ എന്നൊക്കെ തന്നെ പറയട്ടോ. അങ്ങനെ എല്ലാവരും അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രനെ കുറേ എല്ലാവരും കൂടി പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.